ഫൈനലി സോണി പിക്ചേഴ്സും മാർവൽ സ്റ്റുഡിയോസും കൂടി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാൻ്റെ സൂട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ സൂട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൂട്ട് എന്ന് പറയുമ്പോൾ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ്റെ ടോബി മെക്വയർ സ്പൈഡർമാൻ്റെ സൂട്ടിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. ഈ സൂട്ടിൽ നമ്മുടെ ടോബി മെക്വയറുടെ സൂട്ട് പോലെ ഒരു റേസ്ഡ് ആയിട്ടുള്ള വെബ് പാറ്റേൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിവീൽ ചെയ്തേക്കുന്ന ട്രെയിലറിൽ അത്ര റേസ്ഡ് അല്ലെങ്കിലും ഇതിനു മുമ്പ് റിലീസ് ചെയ്ത ട്രെയിലറിൽ കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള വെബ് പാറ്റേൺസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ VFX ടച്ചിൽ കുറച്ചുകൂടി മെച്ചം വരുത്തുമായിരിക്കും. ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സൂട്ടിലെ പോലെ സ്പൈഡർ ലോഗോ വലുതായിട്ട് തന്നെയാണ് ഈ സൂട്ടിലും കൊടുത്തേക്കുന്നത്. സ്പൈഡർമാൻ്റെ ഹോം കമ്മിങ്ങിൽ വന്ന സൂട്ടിനേക്കാളും എനിക്ക് ഈ സൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കോമിക്കിലെ സ്പൈഡർമാനെ കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഇന്നത്തെ കാര്യം ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടത്തുന്നതുകൊണ്ട് നമുക്ക് ഈ സൂട്ടിൻ്റെ മാസ്ക് റിവീലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മൂവിയിൽ നിറയെ പ്രാക്ടിക്കൽ എഫക്ട്സ് പുൾ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോറിൽ ഷൂട്ടിംഗ് നടത്തുന്ന കാരണം കൊണ്ട് നമുക്ക് നിറയെ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഫുൾ ഫ്ലെക്സ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോണി അവരുടെ പഴയ മാർക്കറ്റിംഗ് ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്പോയിലേഴ്സ് കൊടുത്ത് ഫാൻസിൻ്റെ ഹൈപ്പ് കയറ്റി വയ്ക്കുക. ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഹൈപ്പ് എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അറിയണ്ടല്ലോ. പിന്നെ ഈ സിനിമയിൽ സാവേജ് ഹൾക്കിനെയും കൂടിയും കാണിച്ചു കഴിഞ്ഞാൽ ഈ മൂവിയുടെ കളക്ഷൻ എവിടെ നിൽക്കുമെന്ന് ആർക്കും അറിയില്ല. ഈ ഫുട്ടേജിനെ കുറിച്ച് ഞാൻ ഒരു ലോങ് ലെങ്ത് വീഡിയോയിൽ പറയാം. പിന്നെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു സൂൺ.